السلام عليكم ورحمة الله وبركاته. الحمد لله. اللهم صل وسلم على نبينا محمد وعلى آله وأصحابه أجمعين أما بعد. സ്നേഹധനരായ സത്യവിശ്വാസി സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് തഖ്വ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് ആമുഖമായി ഉപദേശിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം അതിനുള്ള മഹത്തായ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആലയോടുള്ള നമ്മുടെ ബാധ്യതയായ തൗഹീദ്, അള്ളാഹുവിനെ ഏകനാക്കുക എന്നതിൻ്റെ വിശദാംശങ്ങൾ പഠിക്കുവാൻ നമ്മൾ നടത്തുന്ന ഈ സദസ്സുകൾ മഹാനായ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലയുടെ കിതാബു തൗഹീദ് എന്ന ഗ്രന്ഥം അവലംബിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്ന ക്ലാസ്സിൻ്റെ അതുമായി ബന്ധപ്പെട്ട സദസ്സിലാണ് നമ്മളുള്ളത്. നമുക്കറിയാം, അള്ളാഹു നമുക്ക് നൽകുന്ന വലിയ ഒരു അനുഗ്രഹമാണ് ഇത്തരത്തിലുള്ള സദസ്സുകൾ, അതിൽ പങ്കെടുക്കാൻ പറ്റുക, അള്ളാഹുവിൻ്റെ തൗഹീദിനെ കുറിച്ച് വിശദമായി പഠിക്കുവാൻ സാധിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ ചില കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കണം, ബാക്കിയുള്ളവർക്ക് സമ്മാനം കിട്ടാനുള്ള അവസരമാണ്. താഗൂത്ത് അല്ലേ, നമ്മൾ പഠിച്ച കഴിഞ്ഞ ക്ലാസ്സിലല്ലേ താഗൂത്തിനെ കുറിച്ച് പറഞ്ഞത്, അതിൻ്റെ വ്യത്യസ്ത തലങ്ങളെക്കുറിച്ച് പറഞ്ഞത്. താഗൂത്ത് എന്നുള്ളതിൻ്റെ ആ വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് അതിൻ്റെ മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. കുല്ലുമാ തജാവസ ബിഹിൽ അബ്ദു ഹദ്ദഹു മിൻ മഅബൂദിൻ ഔ മത്ബൂഇൻ ഔ മുത്താഅ, ഒരടിമ തൻ്റെ പരിധി ലംഘിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആരാധ്യൻ, അള്ളാഹുവിന് പുറമെ ആരാധിച്ചാൽ ആരാധനയുള്ള പരിധി ലംഘിച്ചു. ഔ മത്ബൂഇൻ, അല്ലെങ്കിൽ പിൻപറ്റുക, മറ്റുള്ളവരെ പിൻപറ്റാൻ അള്ളാഹു നിശ്ചയിച്ചൊരു പരിധിയുണ്ട്. എന്താണ് ആ പരിധി? അള്ളാഹുവിനും എൻ്റെ റസൂലും എതിരാകാൻ പാടില്ല. ആ എതിരാകൽ ഷിർക്കും കൂടിയാണെങ്കിൽ അത് വലിയ ഷിർക്കിലേക്കും കുഫറിലേക്കും പോകും. അല്ലെങ്കിൽ അള്ളാഹു നിഷിദ്ധമാക്കിയതിന് അവർ ഹലാലാക്കി അത് വിശ്വസിച്ചുകൊണ്ടുള്ള പിൻപറ്റലാണെങ്കിൽ, അല്ലെങ്കിൽ അള്ളാഹു ഹലാലാക്കിയതിന് അവർ നിഷിദ്ധമാക്കി അത് വിശ്വസിച്ചുകൊണ്ടുള്ള പിൻപറ്റലാണെങ്കിൽ അതൊക്കെ കുഫറാകുന്ന പിൻപറ്റലാണ്. പിൻപറ്റുന്നതിലോ പിൻപറ്റിക്കൊണ്ടോ അനുസരിച്ചുകൊണ്ടോ ആരാധിച്ചുകൊണ്ടോ അള്ളാഹു നിശ്ചയിച്ച പരിധിയെ ലംഘിക്കും ആളുകൾ. ഈ പരിധി ലംഘിക്കാൻ വേണ്ടി അവർ എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്? അതാണെന്ത്? താഗൂത്ത്. മനസ്സിലായില്ലേ? അപ്പം അള്ളാഹുവിന് പുറമെ മറ്റെന്തിനെങ്കിലും ആരാധിക്കുന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ആരാധിക്കുന്നത് എന്തിനെയാണ്? താഗൂത്തിനെയാണ്. ഒരാൾ അള്ളാഹു ഹലാലാക്കിയ കാര്യത്തെ ഒരാൾ ഹറാമാക്കിയത് അത് പിൻപറ്റുന്നുണ്ടെങ്കിൽ, അതിൻ്റെ പേരിൽ ഒരാൾ അനുസരിക്കുന്നുണ്ടെങ്കിൽ, ആരെയാണ് അനുസരിക്കുന്നത് അദ്ദേഹം ഇയാളെ സംബന്ധിച്ചിടത്തോളം താഗൂത്താണ്. അള്ളാഹു അല്ലാത്ത ഒരാൾ ഷിർക്ക് ചെയ്യാൻ കൽപ്പിച്ചതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ഷിർക്ക് ചെയ്യുന്നത് കണ്ട് അയാളെ പിൻപറ്റുന്നുണ്ടെങ്കിൽ ആ പിൻപറ്റപ്പെടുന്നവനെ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ്? താഗൂത്താണ്. എന്നാൽ താഗൂത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറഞ്ഞൊരു രണ്ട് തരത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ വേർതിരിക്കണം. ഒന്ന്, ആരാധിക്കുന്ന ആളെ പരിഗണിച്ച് നോക്കുമ്പോൾ ആരാധിക്കപ്പെടുന്നതൊക്കെ തന്നെയാണ്, എല്ലാം താഗൂത്താണ്. പക്ഷെ ആരാധിക്കപ്പെട്ടവരെ നമ്മൾ പരിഗണിക്കുമ്പോൾ അവർ താഗൂത്താണോ അല്ലേ എന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞിരുന്നു, അവിടെ ഇനങ്ങളുണ്ട്, വ്യത്യസ്ത ഇനങ്ങളുണ്ട്. ആർക്കാണത് പറയാൻ പറ്റുക? അതായത് ആരാധിക്കപ്പെടുന്ന വ്യക്തി, അവർക്ക് ഇറാദത്തുണ്ടോ ഇല്ലേ, അവർക്ക് ഉദ്ദേശമുണ്ടോ ഇല്ലേ, അതാണ് ആദ്യം നോക്കേണ്ടത്. ഉദ്ദേശമുള്ള വസ്തുവാണോ അതോ ഉദ്ദേശമില്ലാത്ത വസ്തുവാണോ? കല്ല്, വിഗ്രഹങ്ങൾ, അതിനൊന്നും എന്തില്ല? ഉദ്ദേശമില്ല, ഇറാദത്തില്ല. അപ്പം ഇറാദത്തില്ലാത്ത സംഗതിയാണെങ്കിൽ അതിനെ താഗൂത്തെന്ന് പറയാം. അതിനെന്തെന്ന് പറയാം? താഗൂത്തെന്ന് പറയാം. ഉദ്ദേശമുള്ളവരാണ് പ്രവാചകന്മാർ, മലക്കുകൾ, സാലിഹീങ്ങൾ, ഇവരൊക്കെ ഇറാദത്തുള്ളവരാണ് അല്ലേ. എന്ന് മാത്രമല്ല, ആൾ ദൈവങ്ങൾ, മാതാപ്രധാനന്ദമായി സായിബാബ, അവരൊക്കെ ഉദ്ദേശമുള്ളവരാണ്. അപ്പോൾ ഉദ്ദേശമുള്ളവരാണെങ്കിൽ അവരെ നമ്മൾ രണ്ടായി തിരിക്കണം. ഉദ്ദേശമുള്ളവരെ രണ്ടായി തിരിക്കണം. രണ്ട് കാറ്റഗറി ഉണ്ട്. അതിൽ പ്രവാചകന്മാരും സ്വാലിഹീങ്ങളും മലക്കുകളൊന്നും അവരെ ആരാധിക്കുന്നത് ഇഷ്ടപ്പെടുന്നുണ്ടോ, തൃപ്തരാണോ അതിൽ? അല്ല, അവരൊരിക്കലും അതിൽ തൃപ്തരല്ല.
അവർ അതിനെ വെറുക്കുന്നവരാണ്. അപ്പോൾ വെറുക്കുന്നവരാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്ത് പറയില്ല, അവർ ത്വാഗൂത്താണെന്ന് പറയൂല. അവരെ പരിഗണിച്ച് അവർ ത്വാഗൂത്താണെന്ന് പറയൂല. ഈസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നുണ്ട്, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നുണ്ട്. പക്ഷെ മുഹമ്മദ് നബി ത്വാഗൂത്താന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. പക്ഷെ ആരാധിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് നബി എന്താണ്? ത്വാഗൂത്താണ്. പക്ഷെ യഥാർത്ഥത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തല്ല? ത്വാഗൂത്തല്ല. മനസ്സിലായില്ലേ? ഇനി ഉദ്ദേശമുള്ളവർ അത് ഇഷ്ടപ്പെടുന്നവരാണെങ്കിലോ, അത് തൃപ്തിപ്പെടുന്നവരാണെങ്കിലോ അവർ ത്വാഗൂത്താണ്. ഇന്ന ആരാധിച്ചോളി എന്ന് പറയുന്ന ആളാണ്, അല്ലെങ്കിൽ അവർ ഇന്ന ആരാധിച്ചോട്ടെ എന്ന് പറയുന്ന ആളാണ്, അവരൊക്കെ എന്താണ്? ത്വാഗൂത്തുകളാണ്. യഥാർത്ഥത്തിൽ അള്ളാഹുവിന് പുറമെ ആരാധിക്കുന്നവരെല്ലാവരും ആരാധിക്കുന്ന ആരാധന യഥാർത്ഥത്തിൽ അതിൻ്റെ സുഖം അനുഭവിക്കുന്നത് ആരാണ്? പിശാചുക്കളാണ്, ഷെയ്ത്താന്മാരാണ്. ഷെയ്ത്താന്മാരാണ് യഥാർത്ഥത്തിലുള്ള ത്വാഗൂത്തുകൾ. അതിൻ്റെ സുഖം അനുഭവിക്കുന്നത് പിശാചുക്കളാണ്. നിരവധി തെളിവുകൾ ആ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതാണ് നമ്മൾ ത്വാഗൂത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്ന ചില കാര്യമാണ് ഇപ്പോൾ ഈ ആയത്ത് ഖുൽ തആലൂ അത്ലു മാ ഹറമ റബ്ബുക്കും അലൈക്കും അല്ലാ തുശ്രികൂ ബിഹി ശൈഅൻ വബിൽ വാലിദൈനി ഇഹ്സാന എന്ന് പറഞ്ഞ ആ ആയത്ത്, സൂറത്തു അൻആമിലെ 181-ാമത്തെ ആയത്ത്. ആ ആയത്തിനെ കുറിച്ച് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. എന്താ പറഞ്ഞത്? നിങ്ങൾക്കാർക്കെങ്കിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ സീല് വെച്ച വസിയ്യത്ത് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ ആയത്തിലേക്ക് നിങ്ങൾ നോക്കിക്കൊള്ളുക എന്ന് അദ്ദേഹം പറഞ്ഞു. സൂറത്തുൽ അൻആമിലെ 151 മുതൽ 153 വരെയുള്ള ആയത്തുകൾ. അപ്പോൾ എന്താണ് അതിൻ്റെ ഉദ്ദേശം? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആയത്തുകൾ വസിയ്യത്ത് ചെയ്താണോ? ആർക്കാ പറയാൻ പറ്റുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വസിയ്യത്ത് ചെയ്തിട്ടുണ്ടോ? ഇല്ലേ. ഒന്നാമത്തെ ചോദ്യം, നബി മരിക്കുമ്പോൾ വസിയ്യത്ത് ചെയ്തിരുന്നോ? ഇല്ലേ. ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുമ്പോൾ വസിയ്യത്ത് ചെയ്തിട്ടില്ല. സ്വഹാബത്തിനിടയിൽ തർക്കമുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെയധികം ക്ഷീണിച്ച് പനി പിടിച്ച് പ്രയാസപ്പെട്ട് മരിക്കാൻ ആയ സമയത്ത് പിന്നെ ചില സ്വഹാബിമാർ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ ഞങ്ങൾക്ക് വസിയ്യത്ത് തരൂ എന്ന് പറഞ്ഞു. അപ്പോൾ വേറെ സ്വഹാബിമാർ അതിനെ എതിർത്തു. ഇപ്പോഴാണോ വസിയ്യത്ത് ചോദിക്കണത്? അള്ളാഹുവിൻ്റെ റസൂൽ ആകെ പ്രയാസപ്പെട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ വസിയ്യത്ത് ചോദിക്കരുത്, തരേണ്ടതാണെങ്കിൽ റസൂൽ എന്തായാലും എന്ത് ചെയ്യും? തരും. നമ്മളത് ചോദിച്ച് വാങ്ങേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ റസൂൽ തന്നെ പ്രയാസപ്പെടുത്തരുത്. അങ്ങനെ അവർ പിന്നെ സ്വഹാബത്ത് അവിടുന്ന് വേറെ പിരിഞ്ഞു പോയി. ആ പ്രശ്നം അവരെ റസൂലിൻ്റെ മുമ്പിൽ വെച്ചിട്ട് ആ തർക്കം അവസാനിപ്പിച്ചു. റസൂൽ മരിക്കുമ്പോൾ ചെയ്തിട്ടില്ല, ഒന്നും വസിയ്യത്ത് ചെയ്തിട്ടില്ല. പക്ഷെ ഇബ്നു മസ്ഊദ് എന്താ പറഞ്ഞേ? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വസിയ്യത്ത് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ആയത്തുകൾ നോക്കുക. അപ്പോൾ എന്താണ് അതിൻ്റെ ഉദ്ദേശം? ഒരുപാട് കൽപ്പനല്ലേ, ഇത് മാത്രമല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനം അല്ലത്തി അലൈഹ ഖാതമുഹു, അവസാനം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അവസാനത്തെ, അതായത് അതിന് 2-3 കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ഈ ആയത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ അവതരിച്ച ആയത്തുകളാണ്. ഒന്ന്. 2, പിന്നെ ഈ ആയത്തുകൾ നസ്ഖ് ചെയ്യപ്പെട്ടിട്ടില്ല. ഇപ്പോഴും വിധി അതുപോലെ പ്രാവർത്തികമായി ഉള്ള, അതായത് ഈ അള്ളാഹുവിൻ്റെ റസൂല് കൊണ്ടുവന്ന ശരീഅത്തിനെ പൂർണ്ണമായും ഇതിനൊരു സീല് വെക്കുന്ന രൂപത്തിലുള്ള ആയത്തുകളാണിത്. ഇതാണ് ശരീഅത്ത് എന്ന് പറയാം. അങ്ങനെ ശരീഅത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ ഉൾക്കൊള്ളിക്കുന്ന ഒരു അവസാന വാചകമായി നമുക്ക് പറയാവുന്ന ആയത്തുകളാണ് ഈ 3 ആയത്തുകൾ. അപ്പോൾ അത്രയും പ്രാധാന്യം എന്തുണ്ട് ഈ ആയത്തുകൾക്ക് ഉണ്ട്. ഒരു വസിയ്യത്ത് പോലെ ആ സ്ഥാനത്ത് നിൽക്കുന്ന ആയത്തുകളാണ് ഈ ആയത്തുകൾ എന്നാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉദ്ദേശം. അല്ലാതെ അവസാനം ഇറങ്ങിയ ആയത്താന്നല്ല. അവസാനം ഇറങ്ങിയ ആയത്തുകളിൽപ്പെട്ട അവസാന കാലഘട്ടത്തിൽ ഇറങ്ങിയ ഒരായത്താണ്. പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു മുആദ് ബിൻ ജബൽ റളിയല്ലാഹുവിൻ്റെ ഹദീസ് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു പറഞ്ഞു, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ ഒരു കഴുതപ്പുറത്ത് യാത്ര ചെയ്യുകയായിരുന്നു. അവിടെ നമുക്കുള്ളൊരു ഗുണപാടുണ്ട്, 2 ഗുണപാഠം. ഒന്ന്, വാഹനപ്പുറത്ത് ബാക്കിൽ ആളെ ഇരുത്തി കൊണ്ടുപോകാൻ പറ്റും. 2, വേറെ പിന്നെന്തെങ്കിലും ഗുണപാഠമുള്ളത്? എന്താണ്?
കഴുതയെ വാഹനമൃഗമായിട്ട് ഉപയോഗിക്കാം എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിനയം നമുക്കിന്ന് മനസ്സിലാവും. നബി ആരാണ്? ഇസ്ലാമിക രാജ്യത്തിൻ്റെ ഭരണാധികാരിയാണ്, നേതാവാണ്, അല്ലേ? റസൂലുള്ളാഹിനേക്കാളും മേലെ ആരും അന്നില്ല. ആ റസൂലുള്ള സഞ്ചരിക്കണ എന്തിൻ്റെ പുറത്താ? ഒരു കഴുതൻ്റെ പുറത്താണ്. മനസ്സിലായില്ലേ? കഴുതപ്പുറത്ത് ഉന്നതരായ ആളുകളൊന്നും എന്ത് അങ്ങനെ കഴുതപ്പുറത്ത് അന്ന് സഞ്ചരിക്കൂല, കുതിരപ്പുറത്ത് സഞ്ചരിക്കുള്ളൂ, അല്ലെങ്കിൽ ഒട്ടകപ്പുറത്ത്. പക്ഷെ റസൂലുള്ള സഞ്ചരിച്ചത് കഴുതപ്പുറത്താണ്, അതിൻ്റെ ബാക്കിൽ ഒരാളും കയറ്റിക്കാണ്ട്. മനസ്സിലായോ? അപ്പോൾ നമ്മളെ വലിയൊരു നേതാവ്, വലിയ നേതാക്കന്മാരാരെങ്കിലും ഒരു MIT എന്തെങ്കിലുമൊക്കെ കൂട്ടി ഇങ്ങനെ വരികയാണെങ്കിൽ എന്തേക്കാരം അതിൻ്റെ ഒരു അവസ്ഥ? മനസ്സിലായോ? നിങ്ങൾ ആലോചിച്ച് നോക്കണം, റസൂലുള്ള കഴുതപ്പുറത്താണെന്ന് സഞ്ചരിച്ചത്. അള്ളാഹിൻ്റെ റസൂൽ സഞ്ചരിച്ചത് കഴുതപ്പുറത്ത്. വിനയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച തവാളു ആണ്. റസൂലുള്ളാഹിക്ക് അതൊന്നും എന്തല്ല, ഒരു വ്യക്തിത്വത്തിന് നിരക്കാത്ത കാര്യമായിട്ട് തോന്നിയിട്ടില്ല. മനസ്സിലായോ? അത് നമുക്ക് ഈ ഹദീസിൽ നിന്ന് കിട്ടുന്ന മറ്റൊരു ഗുണപാഠമാണ്, പണ്ഡിതന്മാർ വിശദീകരിച്ച കാര്യമാണ്. അതുപോലെ തന്നെ ഈ ഹദീസിൻ്റെ ചില സഹീഹായ ചില സ്ഥിരപ്പെട്ട റിപ്പോർട്ടുകളിൽ ഈ കഴുതക്കൊരു പേരുണ്ട്. എന്താ പേര് എന്നറിയാൻ അറിയോ? നമ്മൾ പറഞ്ഞിരുന്നോ? റുഫൈർ എന്നാണ് ആ കഴുതയുടെ പേര്. അപ്പോൾ ഇത് നമുക്ക് കിട്ടുന്നൊരു ഗുണപാഠാണെന്ത്? മൃഗങ്ങൾക്ക് പേരിടാം, വളർത്തു മൃഗങ്ങൾക്ക് പേരിടാം. മനസ്സിലായി? അതിന് പ്രശ്നമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുതിരകൾക്കും കഴുതകൾക്കും വാളിനും ഒക്കെ പേരുണ്ടായിരുന്നു. അപ്പോൾ പേരിടാം. ഈ കഴുതയെ റസൂലുള്ളാഹിക്ക് ഹദിയ കിട്ടിയതാണ്. മിസ്റിൻ്റെ ഭരണാധികാരി, അന്നത്തെ മിസ്റിൻ്റെ രാജാവായ മുഖൗഖിസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദിയ കൊടുത്തതാണ് ഈ കഴുതയെ. പിന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു ഗുണപാഠം, യാ മുആദ് അതദ്രി എന്ന് ചോദ്യം. ആ ഒരു ശൈലിയിൽ നിന്നൊരു ഗുണപാഠമുണ്ട്, അല്ലേ? എന്താണത്? ചോദ്യം ചോദിച്ച് കാര്യം പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ശൈലിയായിരുന്നു. അത് അധ്യാപനത്തിലുള്ള വളരെയധികം ആകർഷകമായ, അല്ലെങ്കിൽ വളരെയധികം വിദ്യാർത്ഥിയെ, പഠിതാവിനെ, ശ്രോതാവിനെ വളരെ ശ്രദ്ധ ആകർഷിക്കുന്ന, ചിന്തിപ്പിക്കുന്ന, പറയാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് അതിലേക്ക് ശ്രദ്ധ കൊടുക്കാൻ കാരണമാകുന്ന ശൈലിയാണെന്ത്? ചോദ്യം ചോദിച്ചിട്ട് ചോദ്യം ചോദിച്ചിട്ട് എന്ത് ചെയ്യുക? കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല ഹദീസുകൾ നമുക്കത് കാണാൻ പറ്റും. അതദ്രി, അല്ലെ? പേര് വിളിച്ചിട്ട് റസൂലുള്ളാഹി ചോദിച്ചു, അതദ്രി മാ ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ് വമാ ഹഖ്ഖുൽ ഇബാദി അലല്ലാഹ്. എന്താണ് അള്ളാഹുവിന് അവൻ്റെ അടിമകളിൽ നിന്നുള്ള അവകാശം, അള്ളാഹുവിൻ്റെ അടിമകൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള അവകാശവും എന്താണെന്ന് നിനക്ക് അറിയാമോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. അപ്പോൾ മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം. അവിടെ അടുത്ത ഗുണപാഠമുണ്ട്. എന്താണ് അവിടുത്തെ ഗുണപാഠം? അറിയാത്ത കാര്യങ്ങൾ എന്ത് പറയണം? അല്ലാഹു അലം എന്ന് പറയണം, അല്ലേ? മാഷാ അല്ലാഹ്, ബറക്കല്ലാഹു ഫീക്കും. അറിയാത്ത കാര്യങ്ങൾ അല്ലാഹു അലം എന്ന് പറയണം. പക്ഷെ മുആദ് റളിയല്ലാഹു അൻഹു അല്ലാഹു അലം എന്നാണോ പറഞ്ഞത്? അല്ലാഹു വറസൂലുഹു അഅലം. അപ്പം അങ്ങനെ പറയാൻ പറ്റുമോ? അതെ, ദീനുമായി ബന്ധപ്പെട്ട അറിവിൻ്റെ കാര്യങ്ങളാണെങ്കിൽ അല്ലാഹു റസൂലുഹു അഅലം എന്ന് പറയാം. മനസ്സിലായോ? കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാത്തൊരു കാര്യം ദീനായിട്ട് അല്ലാഹ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ? ഇല്ല. മനസ്സിലായില്ലേ? ദീനായിട്ട് എന്ത് കാര്യം നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും നന്നായി അറിയാൻ ആർക്കാണ്? അള്ളാഹ്ക്കാണ്, പിന്നെ റസൂലിനാണ്. ആ അർത്ഥത്തിൽ അല്ലാഹു റസൂലു അഅലം. അതുകൊണ്ട് തന്നെ റസൂൽ എതിർക്കാറില്ല. ഇങ്ങനെ ദീനിയായ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അല്ലാഹു റസൂലു അഅലം എന്ന് പറയുമ്പോൾ റസൂൽ എന്ത് ചെയ്യാറില്ല? അതിനെ എതിർക്കാറില്ല. അപ്പോൾ എതിർക്കേണ്ട ആവശ്യമില്ല. ഇപ്പോഴും നമുക്ക് പറയാം, തെറ്റില്ല. സലഫി ഉലമാക്കൾ അതിനെ എതിർത്ത് അത് അനുവദനീയമായിട്ടാണ് പറയാറുള്ളത്. കാരണം സ്വഹാബത്ത് ചെയ്ത് റസൂൽ എതിർത്തിട്ടില്ല. പറ്റാത്ത കാര്യമാണെങ്കിൽ റസൂലുള്ളാഹിക്ക് എതിർക്കൽ നിർബന്ധമാണ്. മനസ്സിലായില്ലേ? എന്നാൽ ഏത് കാര്യത്തിൽ പാടില്ല? പ്രാപഞ്ചികമായ അതല്ലാത്ത കാര്യങ്ങളെ വിഷയത്തിലാണെങ്കിൽ റസൂലുള്ളാഹിക്ക് അറിയോ? അള്ളാഹു അറിയിച്ചു കൊടുത്ത കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ. അള്ളാഹിൻ്റെ അറിവിൽ പെട്ട കാര്യമാണ്. അപ്പോൾ അവിടെ അള്ളാഹു റസൂൽ അലം എന്ന് പറയരുത്, അള്ളാഹു അലം എന്നേ പറയാവൂ. മാഷാ അല്ലാഹ്, ബറക്കല്ലാഹു ഫീക്കും. പിന്നെ അതുപോലെ എന്നിട്ട് അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ്, അല്ലേ? അള്ളാഹുവിന് അവൻ്റെ അടിമകളുടെ മേലുള്ള അവകാശം എന്ന് പറഞ്ഞാൽ എന്താണ്? യഅ്ബുദൂഹു വലാ യുശ്രികൂ ബിഹി ഷൈഅ. അള്ളാഹുവിനെ ആരാധിക്കുക, അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക. അതാണ് അവകാശം. അള്ളാഹുവിന് അവൻ്റെ അടിമകളിൽ നിന്നുള്ള അവകാശം.
അപ്പം ഇവിടെ നമ്മൾ കാര്യം പറഞ്ഞിരുന്നു, അള്ളാഹുവിന് ആരാധിക്കപ്പെടാൻ അടിമകളിൽ നിന്ന് അവകാശമുണ്ട് എന്ന് പറയാനുള്ള കാരണം എന്താണ്? എന്താണ് അതിൻ്റെ ന്യായം? എന്തുകൊണ്ട് അല്ലാത്തവരെ വിളിച്ച് ആരാധിച്ചുകൂടാ? എന്തുകൊണ്ട് അള്ളാഹ്ക്ക് അവകാശമുണ്ട്, അല്ലാത്തവർക്ക് അവകാശമില്ല എന്ന് പറയുന്നു? 3 കാരണങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. ഒന്ന് അതന്നെയാണ്, അള്ളാഹുവാണ് ഖാലിഖ്, അല്ലേ? അള്ളാഹുവാണ് നമ്മളെ സൃഷ്ടിച്ചതെന്ന് പറയുമ്പോൾ അത് മാത്രമല്ല, യജമാനൻ, അതാണ് അള്ളാഹുവാണ് റബ്ബ്. അതിൻ്റെ ഭാഗമാണ് സൃഷ്ടിപ്പൊക്കെ, അല്ലെ? അള്ളാഹുവാണ് റബ്ബ്. അള്ളാഹു അല്ലാത്ത ആരെങ്കിലും നമ്മുടെ റബ്ബാണോ? ആരാധിക്കപ്പെടുന്ന ആരെങ്കിലും നമ്മുടെ റബ്ബാണോ? അല്ല. അപ്പോൾ ഒന്നാമത്തെ കാരണം അതാണ്. അപ്പോൾ യജമാനന് അടിമകളുടെ മേൽ എന്തുണ്ട്? അവകാശമുണ്ട്. അതെല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്, അല്ലേ? ഒരാൾക്ക് 4 നാൽക്കാലികൾ ഉണ്ടെങ്കിൽ ആ യജമാനൻ ആ 4 കാലികൾ കൊണ്ട് പണിയെടുപ്പിച്ചൂടെ? എടുപ്പിക്കാം. കാരണം അതേ യജമാനനാണ്, അദ്ദേഹത്തിൻ്റെതാണ് അത്. അപ്പം അള്ളാഹു നമ്മുടെ യജമാനനാണ്, റബ്ബാണ്, സയ്യിദാണ്. അപ്പോൾ സയ്യിദിന് അടിമകളുടെ മേൽ അവകാശമുണ്ട്. അതാണ് ഒന്നാമത്തെ ന്യായം. ഒരു ന്യായം. അനുഗ്രഹദാതാവ് ആരാണ്? അള്ളാഹുവാണ്. അനുഗ്രഹങ്ങൾ തരുന്നവർക്ക് നന്ദി ചെയ്യപ്പെടാൻ അർഹതല്ലേ? ഇല്ലേ? ഉണ്ട്. നമുക്കൊരാൾ അനുഗ്രഹം ചെയ്താൽ അവൾ നന്ദി പറയാൻ നമ്മൾ ബാധ്യസ്ഥരാണ്, നന്ദി ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അത് എല്ലാ ബുദ്ധിയുള്ളവരും അംഗീകരിക്കുന്ന കാര്യമാണ്. അനുഗ്രഹങ്ങൾ ചെയ്തു തരുന്നവർക്ക് നന്ദിക്ക് അർഹതയുണ്ട്, അല്ലേ? അപ്പോൾ പിന്നെ അള്ളാഹുവിന് ആ അർത്ഥത്തിൽ എന്തുണ്ട്? വമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്. നിങ്ങൾക്ക് ഏതൊരു അനുഗ്രഹം ഉണ്ടെങ്കിലും അത് അള്ളാഹുവിൽ നിന്നുള്ളതാണെന്ന് അള്ളാഹു പറഞ്ഞു. അപ്പോൾ അനുഗ്രഹദാതാവായ മുൻഇമായ റബ്ബിന് ശുക്രിന് അർഹതയുണ്ട്. അതുകൊണ്ട് അത് വേറെ ആർക്കും അർഹത ഉണ്ടോ? വേറെ ആരെങ്കിലും നമുക്ക് അനുഗ്രഹങ്ങൾ ചെയ്തെന്നോ? ഇല്ല. വേറെ ഏത് അനുഗ്രഹം ചെയ്താലും അതൊക്കെ ആരുടെ അനുഗ്രഹത്തിൻ്റെ ഭാഗമാണ്? അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഭാഗമാണ്. അള്ളാഹു നൽകിയത് കൊണ്ട് മാത്രമാണ് അത് പല വഴികളിലൂടെ നമ്മളിലേക്ക് എത്തുന്നു എന്ന് മാത്രം. അപ്പോൾ പിന്നെ മൊത്തത്തിൽ പറഞ്ഞാൽ മുത്ലഖായി നിരുപാധികമായി മുഴുവൻ അനുഗ്രഹങ്ങളും ആരിൽ നിന്നാണ്? അള്ളാഹുവിൽ നിന്നാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കപ്പെടാൻ അർഹതയുണ്ട്, അല്ലാത്തവർക്ക് അർഹത ഇല്ല. രണ്ടാമത്തെ കാരണം, ഉന്നതമായ ഗുണവിശേഷണങ്ങൾ ഉള്ളവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. ഒരാൾ വളരെ നല്ല മനുഷ്യനാണെങ്കിൽ അയാൾ നമ്മൾ ഇഷ്ടപ്പെടുമോ? ഇഷ്ടപ്പെടും. അപ്പോൾ നല്ല മനുഷ്യർ ഇഷ്ടപ്പെടാൻ അർഹരാണ്, അല്ലേ? ഇഷ്ടപ്പെടാൻ അർഹരല്ലേ? ആണ്. ഒരാൾ ഭയങ്കര ഭീകരനാണ്, നമ്മളയാൾ ഭയപ്പെടുമോ? ഭയപ്പെടും. അപ്പോൾ ഭീകരന്മാർ ഭയപ്പെടാൻ അർഹരാണ്, അല്ലെ? ഭയപ്പെടാൻ അർഹരാണ്. ഒരാൾ എന്താ പറയുക, നല്ല സ്വഭാവമുള്ള ആളാണ്, അല്ലെങ്കിൽ ഒരാൾ ഭയങ്കരമായി ഔദാര്യം ചെയ്യുന്ന ആളാണ്, ഭയങ്കരമായി ആളുകൾ ഔദാര്യം ചെയ്യുന്ന ആളാണ്. അയാളുടെ അടുത്ത് നമുക്ക് എന്തെങ്കിലും കിട്ടാൻ നമ്മൾ പ്രതീക്ഷിക്കുമോ? കിട്ടുന്നൊരു പ്രതീക്ഷ ഉണ്ടാവുമോ? ഉണ്ടാവും. കാരണം അവിടെ പ്രതീക്ഷിക്കപ്പെടാൻ അർഹനാണ്, അതുകൊണ്ട് പ്രതീക്ഷ ഉണ്ടാവും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉന്നതമായ ഗുണവിശേഷണങ്ങളുള്ളവനാണ്. അള്ളാഹുവിനെ കുറിച്ച് അറിഞ്ഞാൽ ഇഷ്ടപ്പെട്ടു പോകും, ഇഷ്ടപ്പെടാൻ അള്ളാഹു അർഹനാണ്. അള്ളാഹുവിൻ്റെ ഗാംഭീര്യവും വലുപ്പവും അള്ളാഹുവിൻ്റെ പിന്നെ ശക്തിയും ഒക്കെ മനസ്സിലാക്കിയ, ഭയാനകതയും മനസ്സിലായാൽ അള്ളാഹുവിനെ സ്വാഭാവികമായും ഭയപ്പെടും. അതിനർഹനാണ്. അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ അതിനെ അനിവാര്യമാക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഔന്നിത്യവും മഹത്വവും ഔദാര്യവും അവൻ്റെ നന്മയും അവൻ്റെ അനുഗ്രഹങ്ങളും അത് കൂടുതൽ നമ്മൾ അറിഞ്ഞാൽ അള്ളാഹു നമ്മൾ ഇഷ്ടപ്പെടും, അള്ളാഹുവിൽ പ്രതീക്ഷ വെക്കും. കാരണം ആ സിഫാത്തുകൾ അതിനർഹമാക്കുന്നു. ഇനി ആ പരിപൂർണമായ ഗുണവിശേഷണങ്ങൾ, ആ ഉന്നതമായ വിശേഷണങ്ങളും നാമങ്ങളും ഗുണങ്ങളും അള്ളാഹു അല്ലാത്ത ആരാധിക്കപ്പെടുന്ന വേറെ ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ മറ്റുള്ളവരൊന്നും അതിന് അർഹരല്ല, അള്ളാഹു അർഹനാകുന്നു. അപ്പോൾ അതാണ് 3 കാരണങ്ങൾ. അപ്പോൾ 3 കാരണങ്ങളാണ്, അല്ലേ? പ്രധാനമായും അള്ളാഹു സുബ്ഹാനഹു വ തആല ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ്, അള്ളാഹുവിന് അവകാശമുണ്ട് ആരാധിക്കപ്പെടാൻ, വേറെ ആർക്കും അവകാശം ഇല്ല. എന്തുകൊണ്ട്? 3 കാരണം. ഒന്ന്, അള്ളാഹുവാണ് നമ്മുടെ യജമാനൻ, വേറെ ആരും നമ്മുടെ യജമാനനല്ല. യജമാനൻ അടിമകളുടെ മേൽ അവകാശമുണ്ട്. 2, അള്ളാഹുവാണ് അനുഗ്രഹങ്ങൾ മുഴുവൻ തരുന്നത്, വേറെ ആരും നമുക്ക് തരുന്നില്ല. അതുകൊണ്ട് അനുഗ്രഹങ്ങൾ തരുന്നവന് നന്ദി ചെയ്യപ്പെടാൻ അർഹതയുണ്ട്. 3, അള്ളാഹുവാണ് എല്ലാവിധ ഉന്നതമായ ഗുണവിശേഷണങ്ങളും ഒരു പോരായ്മയുമില്ലാതെ ഉള്ളവൻ, അങ്ങനെ വേറെ ആരുമില്ല. അതുകൊണ്ട് അള്ളാഹുവിന് അതിന്
ഇഷ്ടപ്പെടപ്പെടാനും സ്നേഹിക്കപ്പെടാനും ആരാധിക്കപ്പെടാനും ഭയപ്പെടാനും അഭൗതികമായ രൂപത്തിൽ പ്രതീക്ഷിക്കപ്പെടാനും എല്ലാം അർഹത ആർക്കുണ്ട്? അള്ളാഹുവിനുണ്ട്. അത് വേറെ ആർക്കും ഇല്ല. അതാണ് അതിൻ്റെ കാരണം. ഇതൊക്കെ നമ്മൾ ദീനിൻ്റെ അസ്ലുകളാണ് നമ്മളീ പറയണത്. അല്ല, നമ്മളിങ്ങനെ കുറേ കാലം മുസ്ലിങ്ങളെ ജീവിച്ചു, പക്ഷെ നമുക്ക് തൗഹീദ് എന്തുകൊണ്ട് തൗഹീദ്, എന്തുകൊണ്ട് പടച്ചവനെ മാത്രം ആരാധിക്കണം, എന്തുകൊണ്ട് അല്ലാതെ ആരാധിക്കപ്പെടാൻ പാടില്ല? ഇത് ഖുർആനിലൂടെ ഹദീസിലൂടെ നമ്മൾ ആയത്ത് ഓതിയിട്ടല്ലല്ലോ നമ്മളിത് മനസ്സിലാക്കേണ്ടത്. ആയത്തും കാര്യങ്ങളും ആയത്തിലൂടെ അള്ളാഹു നമ്മോട് പറഞ്ഞത് എന്ത് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യങ്ങൾ വിശുദ്ധ ഖുർആൻ ആയത്തിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ കാരണങ്ങളിലൂടെയാണ് പറഞ്ഞു തന്നിരിക്കണത്. നിങ്ങൾ അള്ളാഹിനെ ആരാധിക്കുന്നു വെറുതെ പറഞ്ഞിരിക്കുകയാണോ? അല്ല. യാ അയ്യുഹന്നാസു ഉബ്ദു റബ്ബക്കും അല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ. കാരണം കൂടി പറഞ്ഞു. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ. എന്തുകൊണ്ട്? അൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി മാ ഫിൽ അർദ്. ഇതൊക്കെ എന്താ? കാരണങ്ങൾ നികത്തുകയാണ്. എന്തുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്? കാരണങ്ങൾ റബ്ബ് നികത്തുകയാണ്. അതും കൂടി നമ്മൾ അറിയണം. അപ്പോഴാണ് നമ്മളുടെ വിശ്വാസത്തിൽ നമുക്ക് ഭയങ്കരമായ തുമഇനീനത്ത് ഉണ്ടാവുക, നമുക്ക് ഭയങ്കരമായ സമാധാനം ഉണ്ടാവുക, ദൃഢത ഉണ്ടാവുക. അല്ലേ? തല ഉയർത്തി നിൽക്കാൻ നമുക്ക് മാത്രമേ പറ്റുള്ളൂ ദുനിയാവിൽ. കാരണം ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യത തൻ്റെ രക്ഷിതാക്കൾക്ക് അള്ളാഹുവിനോടുള്ള ബാധ്യതയാണ്. അത് നിർവഹിക്കുന്നവരാര് മാത്രമാണ്? മുവഹിദീങ്ങൾ മാത്രമാണ്. ബാക്കിയുള്ളവർ എന്ത് ചെയ്തിട്ട് എന്താ കാര്യം? ഇതെപ്പോഴാണ് നമുക്ക് ബോധ്യപ്പെടുക? ഇതിൻ്റെ കാര്യകാരണങ്ങളിലൂടെ അള്ളാഹു റസൂലും പഠിപ്പിച്ച കാരണങ്ങൾ അങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് തുമനീനത്തുണ്ടാവുക. നമ്മുടെ വിശ്വാസത്തിൽ ദൃഢത, സമാധാനം പൂർണ്ണമായും കൈവരിക്കുവാൻ സാധിക്കുക. ഇനി ഹദീസിലെ അടുത്ത വാചകം എന്താ? വഹഖുൽ ഇബാദി അലല്ലാഹ്. അല്ലേ? ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അടിമകളിൽ നിന്നുള്ള അടിമകൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള അവകാശം. അത് നമ്മൾ പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. അതെന്താണ്? അടിമകൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള അവകാശം എന്താണ്? അല്ലാ യുഅദ്ദിബ മൻ ലാ യുശ്രികു ബിഹി ഷൈഅ. അല്ലെ? അള്ളാഹുവിന് പുറമെ മറ്റാരെയും ആരാധിക്കാത്ത, ഷിർക്ക് ചെയ്യാത്ത ഒരാളെ അള്ളാഹു ശിക്ഷിക്കുകയില്ല. അല്ലാ യുഅദ്ദിബ, ശിക്ഷിക്കാതിരിക്കുക എന്നതാണ്. മൻ ലാ യുശ്രികു ബിഹി ഷൈഅ, ഒന്നിനെയും അള്ളാഹുവിൽ പങ്കു ചേർക്കാത്തവരെ ശിക്ഷിക്കാതിരിക്കുക എന്നത് അടിമകളോടുള്ള അള്ളാഹുവിൻ്റെ ബാധ്യതയാണ്. അടിമകൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള അവകാശമാണ്. അപ്പോൾ ജീവിതത്തിൽ ശിർക്കിൻ്റെ ലാഞ്ചന പോലും തൊട്ടു തീണ്ടാത്തവർ ശിക്ഷിക്കപ്പെടുകയില്ല എന്നുള്ളത്, അങ്ങനെ ശിക്ഷിക്കപ്പെടാതിരിക്കുക എന്നുള്ള അവരുടെ അവകാശമാണ് എന്ന് ആരാ പറയണത്? അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, പിന്നെ ഇവിടെ ഷിർക്കിൻ്റെ ലാഞ്ചന പോലും കടന്നു വരാതിരിക്കുക പറഞ്ഞാൽ വലിയ ഷിർക്ക് മാത്രമല്ല, വലിയ ഷിർക്കും ചെറിയ ഷിർക്കും ഷിർക്കിലേക്കുള്ള വഴികളും എല്ലാം അതിൽപ്പെടും. മനസ്സിലായില്ലേ? അത് ഇൻഷാ അല്ലാഹ് ഇനി വിശദമായി നമുക്ക് പിന്നെയുള്ള ക്ലാസ്സുകളിലൂടെ അത് നമ്മൾ പഠിക്കും ഇൻഷാ അല്ലാഹ്. അതിനാണ് കിതാബു തൗഹീദ് പഠിക്കണത്. കിതാബു തൗഹീദിലൂടെ അതാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ പിന്നെ ഇവിടെ ഒരു ചോദ്യമുണ്ട്. അള്ളാഹുവിന് അടിമകളോട് ബാധ്യത ഉണ്ടോ? അല്ലേ? അടിമകൾക്ക് പടച്ചവനോടൊരു അവകാശം പറയാൻ പറ്റുമോ? നമ്മൾ അള്ളാഹിൻ്റെ അടിമകളല്ലേ. അടിമകൾക്ക് ഉടമസ്ഥനോടൊരു അവകാശം പറയാൻ എല്ലാ അർത്ഥത്തിലും ഉന്നതനായ റബ്ബിനോട് മുമ്പിൽ നമ്മൾ ഒന്നുമല്ല. അല്ലേ? നമ്മൾ ആരാധിക്കുന്നതും ആരുടെ അനുഗ്രഹം കൊണ്ടാണ്? അള്ളാഹിൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. നമ്മൾ അള്ളാഹുവിനെ അനുസരിക്കുന്ന ആരുടെ അനുഗ്രഹം കൊണ്ടാണ്? അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. നമുക്ക് ജീവനുള്ളതും നമ്മൾ ഭക്ഷണം കഴിക്കുന്നതും ആരോഗ്യമുള്ള എല്ലാം പടച്ചവൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. ഈ നമുക്ക് പടച്ചവനോട് നിന്ന് അവകാശം കിട്ടാണ്ടെന്ന് പറയുന്നതിൽ പ്രസക്തി ഉണ്ടോ? ഉണ്ടെന്ന് അള്ളാഹു പറഞ്ഞു. ബാറക്കല്ലാഹു ഫീക്കും. അതാണ് അതിൻ്റെ ഉത്തരം. അള്ളാഹു പറഞ്ഞതുകൊണ്ട് ഉണ്ട്, അല്ലെങ്കിൽ ഇല്ല. മനസ്സിലായോ? അതായത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ വ്യതിയാന കക്ഷികൾക്ക് പിഴച്ച ഒരു മേഖലയാണത്. ഒരു വിഭാഗം കക്ഷികൾ, മുഅ്തസിലികളെ പോലുള്ള വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ ബാധ്യതയാണെന്ത്? നന്മ ചെയ്യുന്നവർക്ക് പുണ്യം കൊടുക്കുക, സ്വർഗം കൊടുക്കുക. അള്ളാഹു കൊടുത്തിട്ടില്ലെങ്കിൽ അള്ളാഹു അനീതി കാണിക്കുന്നവനാണ്. അള്ളാഹു ഒരിക്കലും ചെയ്യുന്നത് എന്തല്ല, ശരിയല്ല. അത് അള്ളാഹു പറഞ്ഞിട്ടില്ലെങ്കിലും ആരുടെ ബാധ്യതയാണ്? അള്ളാഹിൻ്റെ ബാധ്യതയാണ്. ആ വിശ്വാസം ബുദ്ധിപരമായാണ് അവരതിനെ കണ്ടത്. ഏതുപോലെ? ഒരു പണിക്ക് ആളെ വിളിക്കുന്ന പോലെ. കൂലിപ്പണിക്ക് ആളെ വിളിച്ചാൽ പണിയെടുത്താൽ കൂലി കൊടുക്കണം. ആ കൂലിക്കാരൻ അർഹനാണ്, പണിക്കാരൻ അർഹനാണ്, അതിൻ്റെ അവകാശമാണ്. അതുപോലെയാണ് നമ്മളും അള്ളാഹും തമ്മിലുള്ള ബന്ധം എന്നാണ് ആരാ വാദം? മുഅ്തസിലികളുടെ വാദം.
മനസ്സിലായോ? അപ്പോൾ പക്ഷെ അത് ഒരിക്കലും ശരിയല്ല, അതൊരിക്കലും ശരിയല്ല. കാരണം നമ്മൾ അധ്വാനിക്കുന്നതും പണിയെടുക്കുന്നതും നമ്മൾ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യണതും അതും ആരുടെ അനുഗ്രഹമാണ്? അള്ളാഹിൻ്റെ അനുഗ്രഹമാണ്. അപ്പോൾ ശരിയാണോ? അല്ല, അത് അഖ്ലാനീയത്താണ്. എന്നാൽ നേരെ തിരിച്ചപ്പുറത്ത് അശ്അരികളെ വാദം എന്താ? അശ്അരികളെ വാദം എന്താ വെച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അടിമകളോട് ഒരു ബാധ്യതയും ഇല്ല, അടിമകൾക്ക് അള്ളാഹിൻ്റെ അടുത്ത് ഒരു അവകാശവും ഇല്ല. അള്ളാഹു ചിലപ്പോൾ ചിലവരെ പിടിച്ച് നരകത്തിലിട്ട്, ഒരു സ്വർഗത്തിൽ പ്രവേശിക്കാൻ അർഹനായ വ്യക്തിയെ അള്ളാഹു നരകത്തിലിട്ടാലും അതൊന്നും അതൊന്നും അല്ലാഹ് അനീതിയല്ല ചെയ്യുന്നത് എന്നാണ് ആരെ വാദം? അശ്അരികളെ വാദം. ഇത് രണ്ടും തെറ്റാണ്, രണ്ടും തെറ്റാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നീതി കാണിക്കാനും അനീതി കാണിക്കാനും ശക്തിയുള്ളവനാണ്. ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ? രണ്ടിനും അള്ളാഹുവിന് കഴിവുണ്ട്. വിചാരിച്ചാൽ അള്ളാഹുവിന് ചെയ്യാൻ പറ്റും, പക്ഷെ അള്ളാഹു അത് ചെയ്യുകയില്ല. എന്തുകൊണ്ടാണ് ചെയ്യാത്ത? അള്ളാഹു നീതിമാനായതുകൊണ്ട് ചെയ്യൂല, അനീതി കാണിക്കൂല. നീതിമാനായതുകൊണ്ട് അള്ളാഹു എന്ത് ചെയ്യൂല? അനീതി കാണിക്കുകയില്ല. അപ്പോൾ അള്ളാഹുവിന് അടിമകളോട് അവകാശമുണ്ട്. എങ്ങനെ അവകാശമുണ്ട്? എങ്ങനത്തെ അവകാശമാണ്? ഹഖ്ഖു തഫദ്ദുലിൻ എന്നാണ് അഹ്ലുസുന്ന പറയാം. ഹഖ്ഖു തഫദ്ദുൽ എന്താ അങ്ങനെ പറഞ്ഞാൽ? അള്ളാഹു ഔദാര്യമായി തന്ന അവകാശം, പടച്ചോൻ ഔദാര്യമായി തന്ന അവകാശം. ഹഖ്ഖുൻ അഹഖഹു അലാ നഫ്സിഹി, നമുക്കുള്ള അവകാശമല്ല, അള്ളാഹു അവൻ്റെ മേൽ നിശ്ചയിച്ച അവകാശമാണ്. അല്ല, നമ്മൾ അതിന് അർഹരായതുകൊണ്ടുള്ള അവകാശമല്ല. നമ്മൾ അർഹരാക്കിയതും ആരാണ്? അള്ളാഹുവാണ്. അത് അള്ളാഹുവിന് നമ്മളോടുള്ള അള്ളാഹുവിൻ്റെ അവകാശമാണെന്ന് പറഞ്ഞതും ആരാണ്? അള്ളാഹുവാണ്. അല്ലെങ്കിൽ അത് മുഅ്തസിലികളുടെ വാദപ്രകാരം അവർ വ്യതിയാനത്തിൽ അകപ്പെട്ടു. എന്താണ്? ദുനിയാവിൽ എന്തെങ്കിലും ഈ അക്രമങ്ങൾക്കിരയായവർ, അതുപോലെ തന്നെ ദുരിതങ്ങളിൽ അകപ്പെട്ടവർക്കൊക്കെ പകരം പരലോകത്ത് പ്രതിഫലം നൽകുമെന്നുള്ള അള്ളാഹുവിൻ്റെ ബാധ്യതയാണ്. കാഫിരീങ്ങളാണെങ്കിൽ പോലും അള്ളാഹുവിൻ്റെ ബാധ്യതയാണെന്നാണ് ആരെ വിശ്വാസം? മുഅ്തസിലയുടെ വാദം. എന്തുകൊണ്ടത് പറഞ്ഞത്? ഈ വിശ്വാസമാണ് എൻ്റെ കാരണം. മനസ്സിലായോ? ഇവിടെ അവർക്ക് ദുരിതം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ പകരം പടച്ചോൻ കൊടുക്കൽ എന്താണ്? യജിബു അലല്ലാഹ്, അള്ളാഹുവിൻ്റെ മേൽ നിർബന്ധമാണ്. അപ്പോൾ അവരെന്നെ അള്ളാഹിൻ്റെ മേൽ കുറേ കാര്യങ്ങൾ എന്ത് ചെയ്തു? നിർബന്ധമാക്കി. എന്ന് മാത്രമല്ല, അത് അള്ളാഹു അവൻ്റെ മേൽ നിർബന്ധമാക്കിയതെന്ന് പറയാൻ പറ്റൂല എന്ന് വരെ അവർ പറഞ്ഞു. മനസ്സിലായോ? അള്ളാഹു അവൻ്റെ മേൽ നിർബന്ധമാക്കിയതെന്ന് പറയാൻ പറ്റുകയില്ല. അള്ളാഹു നിർബന്ധമാക്കിയിട്ടില്ലെങ്കിലും അള്ളാഹിൻ്റെ മേലും തന്നെയാണ്, അത് നിർബന്ധം തന്നെയാണെന്നാണ് ആരോ വാദം? മുഅ്തസിലികളുടെ വാദം. അള്ളാഹുവിനെ കുറിച്ച് ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യമാണ്. അള്ളാഹു അത്രയും നിസാരമായി അള്ളാഹുവിനെ അവർ വേറെ ചില കാര്യങ്ങൾ പരിഗണിച്ചിട്ടാണ് പറഞ്ഞത്. പക്ഷെ അള്ളാഹു അടിമകളിൽ നിന്നും അത്രയോ ഉന്നതനാണ്. അടിമകൾ എത്രയോ നിസാരന്മാരാണ്. ഒരിക്കലും നമുക്ക് പടച്ചോൻ്റെ മേൽ ഒരു ബാധ്യത ഉണ്ടാകാൻ നമ്മളാൽ എന്തില്ല, നമ്മളതിന് അർഹരാകുന്നില്ല. അള്ളാഹു നമ്മൾ അർഹരാക്കുന്നത് കൊണ്ടും പടച്ചോൻ ബാധ്യതയായി ഏറ്റെടുത്തത് കൊണ്ടും നമ്മളതിന് അവകാശികളാകുന്നു. മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഇതാണ് ശരിയായ വിശ്വാസമെന്ന് പറയാനുള്ള കാരണം. മൂന്ന് കാര്യങ്ങളാണ്. അടിമകൾക്ക് അള്ളാഹുവിൻ്റെ മേൽ അവകാശമുണ്ട്. ആ അവകാശം അള്ളാഹു ഔദാര്യമായി തന്ന അവകാശമാണ്. അള്ളാഹു തന്നെ അവൻ്റെ മേൽ നിർബന്ധമാക്കിയ അവകാശമാണ്. ഇതിന് നമ്മൾ തെളിവെന്താ? 3 തരത്തിലുള്ള തെളിവുകളുണ്ട്. 3 തരത്തിലുള്ള തെളിവുകൾ. ഒന്നാമത്തെ തരത്തിലുള്ള തെളിവെന്താ വെച്ചാൽ, അള്ളാഹുവിൻ്റെ മേൽ അടിമകൾക്ക് അവകാശങ്ങൾ ഉണ്ട്. അത് അള്ളാഹു ഔദാര്യമായി അവൻ്റെ മേൽ ബാധ്യത ആക്കിയതാണ്. ഇതാണ് ഈ വിഷയത്തിലുള്ള അഹ്ലുസുന്നയുടെ വിശ്വാസം.
ഇതാണ് അഹ്ലുസുന്നയുടെ വിശ്വാസം. മനസ്സിലായില്ലേ? ഈ വിഷയത്തിലുള്ള അഹ്ലുസുന്നയുടെ വിശ്വാസം. ഇവിടെ അവകാശമുണ്ട് എന്നുള്ളത് ആർക്കുള്ള, ഇതുവരെയുള്ള ഭാഗം ആർക്കുള്ള മറുപടിയാണ്? അശ്ശരികൾക്കുള്ള മറുപടിയാണ്. കാരണം അശ്ശരികളുടെ വാദപ്രകാരം അടിമകൾക്ക് അവകാശം തന്നെ ഇല്ല. മനസ്സിലായോ? പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് അത് അള്ളാഹു ഔദാര്യമായി അവൻ്റെ മേൽ ബാധ്യതയാക്കിയതാണ് എന്നുള്ളത് ആർക്കുള്ള മറുപടിയാണ്? മുഅ്തസിലികൾക്കുള്ള മറുപടിയാണ്. കാരണം മുഅ്തസിലികളുടെ വാദപ്രകാരം അള്ളാഹു ബാധ്യതയാക്കിയിട്ടില്ലെങ്കിലും അതെന്നത് എന്തുതന്നെയാണ്? അടിമകളുടെ അവകാശമാണ്. അപ്പോൾ ഈ വിശ്വാസം നമ്മൾ പറയാൻ നമുക്ക് തെളിവെന്താണ്? ഒന്ന്, മുഅ്തസിലികളുടെ വാദത്തിലുള്ള മറുപടി എന്താ വെച്ചാൽ അള്ളാഹു ഉന്നതനാണെന്ന് പറയുന്ന എല്ലാ ആയത്തും ഹദീസുകൾക്കുള്ള മറുപടിയാണ്. അള്ളാഹു ഒരിക്കലും എന്തല്ല, ഒരാളോടും അള്ളാഹുവിന് ഹാജത്തില്ല, ഒരാളിലേക്കും അള്ളാഹുവിന് എന്തില്ല, ആവശ്യമില്ല. ഒരു കൂലിക്ക് ആളെ വിളിക്കുമ്പോൾ ആ കൂലിക്ക് പണിക്കാരനേക്ക് ആവശ്യക്കാരനാണ്? ആള് വിളിക്കുന്ന ആൾ ആവശ്യക്കാരനാണ്. അള്ളാഹുവിന് ആരെങ്കിലും ആവശ്യമുണ്ടോ? ഒരാവശ്യമില്ല. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഹദീസ്, ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും ഏറ്റവും വൃത്തികെട്ട മനുഷ്യൻ്റെ മനസ്സിലായാലും അള്ളാഹുവിൻ്റെ മുൽക്കിൽ നിന്ന് അധികാരത്തിൽ നിന്നൊന്നും കുറയൂല. ലോകത്തുള്ള മുഴുവൻ മനുഷ്യനും ഏറ്റവും തെക്കുള്ള ആളെ മനസ്സിലായാലും മനുഷ്യൻ്റെ മാനസികാവസ്ഥയിലായാലും അള്ളാഹിൻ്റെ മുൽക്കിലൊന്നും കൂടാനുമില്ല. അള്ളാഹ്ക്ക് ഇതിൻ്റെ ഒരു ആവശ്യം, അള്ളാഹു സമദാണ്, ഒന്നിൻ്റെ ആവശ്യം റബ്ബിനില്ല. കൂലിക്കാളെ വിളിക്കുമ്പോൾ ആ കൂലിക്കാരനെ പണിക്കാരന് ആർക്ക് ആവശ്യമുണ്ട്? വിളിക്കണ ആൾക്ക് ആവശ്യമുണ്ട്, അയാളെ സർവീസ് ആവശ്യമുണ്ട്, അതിനാണ് പൈസ കൊടുക്കുന്നത്. എന്ന് മാത്രമല്ല, പിന്നെ ആ പണിയെടുക്കുന്ന അദ്ദേഹത്തിൻ്റെ അധ്വാനം ഈ കൂലിക്ക് വിളിക്കുന്ന ആളുടെ ഔദാര്യമാണോ? അല്ല. നമ്മൾ അള്ളാഹിൻ്റെ ഇബാദത്തിൻ്റെ, നമ്മൾ ഇബാദത്ത് പോലെ ആരാ ഔദാര്യമാണ്? അള്ളാഹിൻ്റെ ഔദാര്യമാണ്. പക്ഷെ ഒരിക്കലും അത് തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റൂല, ചേർത്ത് കെട്ടാൻ പറ്റുകയില്ല. മനസ്സിലായില്ലേ? ഇനി അവകാശമുണ്ട് എന്ന് നമുക്ക് പറയാനുള്ള ന്യായം എന്താണ്? അതിന് ഒന്നാമത്തെ, അള്ളാഹു തന്നെ അവൻ്റെ മേൽ നിർബന്ധമാക്കി എന്ന് പല ആയത്തുകളിലൂടെ റബ്ബ് പഠിപ്പിച്ചു. മനസ്സിലായോ? അതായത് ഉദാഹരണം, കതബ റബ്ബുക്കും അലാ നഫ്സിഹി റഹ്മ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കതബ റബ്ബുക്കും അലാ നഫ്സിഹി അർറഹ്മ. എന്താ അതിൻ്റെ അർത്ഥം? നിങ്ങളുടെ രക്ഷിതാവ് അവൻ്റെ മേൽ കാരുണ്യം നിർബന്ധമാക്കിയിരിക്കുന്നു. അപ്പം ആരാ നിർബന്ധമാക്കിയത്? അള്ളാഹുവാണ്. അപ്പോൾ ഒന്നാമത്തത്, അള്ളാഹു അവൻ്റെ മേൽ നിർബന്ധമാക്കി എന്ന് പറയുന്ന തെളിവുകൾ, എന്ന് പറയുന്ന അതിൽ പെട്ടതാണ് ഈ നമ്മളിപ്പോൾ പറയുന്ന ഹദീസ്. അല്ല, അതിലെന്താ പറയണേ? അല്ല, കാരുണ്യം മാത്രമല്ല, നിർബന്ധമാക്കി എന്ന് പറയുന്ന ഇപ്പൊ നമ്മൾ ഈ ഹദീസ് പറഞ്ഞില്ലേ, വഹഖുൽ ഇബാദി അലല്ലാഹ്. അവിടെ കാരുണ്യമല്ലല്ലോ പറഞ്ഞത്, ശിക്ഷിക്കുക എന്നാ പറഞ്ഞത്. മനസ്സിലായില്ലേ? അപ്പോൾ അള്ളാഹു അവൻ്റെ മേൽ നിർബന്ധമാക്കി തന്നെ പറഞ്ഞ തെളിവുകളുണ്ട്. അത് എന്തിനുള്ള തെളിവാണ്? അള്ളാഹു ഔദാര്യമായി തന്ന അവൻ്റെ മേൽ നിർബന്ധമാക്കിയ അവകാശങ്ങൾ അടിമകൾക്ക് ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ്. രണ്ടാമതൊരു തരത്തിലുള്ള തെളിവ് എന്താ വെച്ചാൽ, അള്ളാഹു സുബ്ഹാനഹു വാഗ്ദാനം ലംഘിക്കുകയില്ല. അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണത്. അള്ളാഹു വാഗ്ദാനങ്ങൾ നൽകി, അവൻ അവ ലംഘിക്കുകയില്ല. അവ അല്ലേ, ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മീആദ്. അള്ളാഹു അവൻ്റെ വാഗ്ദാനങ്ങൾ ലംഘിക്കുകയേ ഇല്ല. നിരവധി ആയത്തുകളിലൂടെ, തെളിവുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചെന്ന കാര്യമാണ്. അപ്പോൾ അള്ളാഹു സ്വർഗം തരാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ? സ്വർഗം തരും. അല്ലെ, ഇന്ന കാര്യങ്ങൾ ചെയ്താൽ പുറത്ത് തരാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ? അത് ചെയ്താൽ പുറത്ത് തരും. നരകത്ത് നിന്ന് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്ത് നരകത്തിന് രക്ഷപ്പെടുത്തും എന്ന് പറഞ്ഞാൽ അള്ളാഹു നരകത്തിന് രക്ഷപ്പെടുത്തും. കാരണം അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. അള്ളാഹു ഒരിക്കലും വാഗ്ദാനം ലംഘിക്കൂല. വാഗ്ദാനം ലംഘിക്കുക എന്നുള്ളത് നല്ല ഗുണമാണോ മോശപ്പെട്ട കാര്യമാണോ? വളരെ മോശപ്പെട്ട കാര്യമാണ്. അള്ളാഹു എല്ലാ നല്ല ഗുണങ്ങളും ഉള്ളവനാണ്, ഒരു മോശപ്പെട്ട ഗുണവും ഇല്ലാത്തവനാണ്. അപ്പോൾ പിന്നെ അള്ളാഹു എന്തായാലും വാഗ്ദാനം ലംഘിക്കൂല. മൂന്നാമത് നമ്മളിത് പറയാനുള്ള ന്യായം എന്താണ്? മൂന്നാമത് പറയാനുള്ള ന്യായം വെച്ചാൽ, അള്ളാഹു ദുൽമ് അവൻ്റെ മേൽ ഹറാമാക്കി, അക്രമം അവൻ്റെ മേൽ അള്ളാഹു എന്ത് ചെയ്തു? നിഷിദ്ധമാക്കി. അവന്
അക്രമം, അതായത് അനീതി നിഷിദ്ധമാക്കി. അല്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നല്ലാഹ ഹറമ ദുൽമ അലാ നഫ്സിഹി വജഅലഹു ബൈനക്കും മുഹറമ. അല്ലേ? അള്ളാഹു അവൻ്റെ മേൽ ദുൽമിനെ നിഷിദ്ധമാക്കിയിരിക്കുന്നു, നിങ്ങൾക്കിടയിലും അവൻ എന്ത് ചെയ്തിരിക്കുന്നു? ദുൽമ്, നിങ്ങളതുകൊണ്ട് പരസ്പരം ദുൽമ കാണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇന്നല്ലാഹ ലാ യദ്ലിമുന്നാസ ശൈഅ, സൂറത്ത് യൂനുസിൻ്റെ 44-ാമത്തെ ആയത്താണ്. അള്ളാഹു ജനങ്ങളോട് ഒരു ദുൽമും ഒരു അക്രമവും ചെയ്യുകയില്ല. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതനുസരിച്ച് ജീവിച്ച് ഏറ്റവും നല്ല നിലക്ക് അള്ളാഹു പറഞ്ഞ തൗഹീദൊക്കെ അനുസരിച്ച് ജീവിച്ചു, ഷിർക്ക് ജീവിതത്തിൽ വന്നില്ല, അങ്ങനെ എല്ലാ പിന്നെ കാര്യങ്ങളൊക്കെ ചെയ്തു, പടച്ചോനുള്ള ബാധ്യതകൾ നിർവഹിച്ചു. എന്നിട്ട് പടച്ചോൻ നരകത്തിലിടുക, പിന്നെ സ്വർഗം നൽകാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഉൽമാണോ? അല്ലേ? അത് ഉൽമാണ്. അപ്പം അള്ളാഹു അത് ഉൽമ ചെയ്യോ? ഇല്ല. അശരികളെ വാദപ്രകാരം നരകത്തിലിട്ടാലും ഉൽമല്ല എന്നാണ്. മനസ്സിലായോ? പക്ഷെ അത് ദുൽമാണ്. ആ ദുൽമാര് ചെയ്യുകയില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുകയില്ല. അതാണ് ആ വിഷയത്തിൽ അഹ്ലുസുന്നയുടെ വിശ്വാസം. മനസ്സിലായില്ലേ? 3 കാരണങ്ങൾ കൊണ്ട് അള്ളാഹുവിൻ്റെ മേൽ അടിമകൾക്ക് അവകാശമുണ്ട്. ആ അവകാശം അള്ളാഹു ഔദാര്യമായി നൽകിയതാണ്, അവൻ്റെ മേൽ നിർബന്ധമാക്കിയതാണ്. അതിനുള്ള തെളിവുകൾ: 1, അവൻ്റെ മേൽ നിർബന്ധമാക്കി എന്ന് പറയുന്ന തെളിവുകൾ. 2, അള്ളാഹു വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്, വാഗ്ദാനങ്ങൾ അള്ളാഹു ലംഘിക്കുകയില്ല എന്ന തെളിവുകൾ. 3, അള്ളാഹു അവൻ്റെ മേൽ അനീതി അക്രമം നിഷിദ്ധമാക്കിയിട്ടുണ്ട് എന്നത് അതിൻ്റെ കാരണമാണ്. അപ്പോൾ പിന്നെ ഇവിടെ ഹദീസിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പിന്നെ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി ചോദിക്കുകയാണെന്ത്, അല്ലേ, നിനക്കറിയോ എന്ന് ചോദിച്ചു. അല്ലേ? ഇവിടെ ഈ അറിയോ എന്ന് ചോദിച്ച കാര്യം ഏറ്റവും കൂടുതൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ജനങ്ങൾ അറിയാത്ത കാര്യമാണ്, എന്നാൽ അറിയേണ്ട കാര്യമാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ അവഗണിച്ച വിഷയമാണെന്ത്, എനിക്കെൻ്റെ റബ്ബിനോടുള്ള ബാധ്യതകൾ എന്തൊക്കെയാണെന്നുള്ള അറിയാം. അല്ല, അത് പഠിക്കുക. അതിനാണല്ലോ നമ്മളിവിടെ ജീവിക്കണത്. അല്ല, അത് അറിയാൻ ശ്രമിക്കാതെ, പഠിക്കാൻ ശ്രമിക്കാതെ, മനസ്സിലാക്കാൻ ശ്രമിക്കാതെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ നാൽക്കാലികളെക്കാളും അധപ്പതിച്ച ജീവിതമാണ്. കാരണം നാൽക്കാലികൾക്കതറിയാം. നാൽക്കാലികൾ ആരെങ്കിലും അള്ളാഹുവിനെ ധിക്കരിക്കുന്നുണ്ടോ? ഇല്ല. മനുഷ്യരും ജിന്നുകളും അല്ലാത്ത ബാക്കിയുള്ള എല്ലാ സൃഷ്ടിജാലങ്ങളും അള്ളാഹു പറഞ്ഞത് പ്രകാരമാണ് ജീവിക്കണത്. മനസ്സിലായോ? പക്ഷേ മനുഷ്യർക്കും ജിന്നുകൾക്കും അള്ളാഹു ചോയ്സ് കൊടുത്തു. അവരിൽ മഹാഭൂരിഭാഗം ആളുകൾ അള്ളാഹുവിനെ ധിക്കരിച്ചു. അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ കുറിച്ച് ചിന്തിക്കുകയോ മനസ്സിലാക്കുകയോ പഠിക്കുകയോ അതറിയണം എന്നുള്ള ചിന്തയോ അതിനുവേണ്ടി സമയം ചെലവഴിക്കുക, അധ്വാനിക്കുക ഒന്നും ചെയ്യാതെ ജീവിക്കുക. ബൽഹും അദൽ എന്ന് നാൽക്കാലികളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞില്ലേ, ഈ നാൽക്കാലികളെക്കാളും വഴിപിഴച്ചവരാണ് മനുഷ്യരുടെ കൂട്ടത്തിലുള്ള ഇത്തരം ആളുകൾ. അള്ളാഹു അത്തരത്തിലുള്ള ഹതഭാഗ്യരിൽ ഉൾപ്പെടുത്താതെ നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ പിന്നെ ഹദീസിൻ്റെ അവസാന ഭാഗം എന്താ? ഈ സംഭവമാണ് കേട്ടു, അല്ല, അള്ളാഹുൽ ഒന്നിനെയും പങ്കു ചേർക്കാത്തവരെ ശിക്ഷിക്കാതിരിക്കുക എന്നുള്ള അള്ളാഹുവിൻ്റെ അടിമകൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള അവകാശമാണെന്ന് പറഞ്ഞപ്പോൾ മുആദ് റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്താ ചോദിച്ചത്? അഫലാ ഉബശ്ശിറുന്നാസ്, അള്ളാഹുവിൻ്റെ റസൂൽ, അങ്ങനെയാണ് ഞാൻ ജനങ്ങൾക്ക് ഈ സന്തോഷ വാർത്ത അറിയിച്ചു കൊടുക്കട്ടെ, ഈ സന്തോഷ വാർത്ത ഞാൻ ജനങ്ങൾക്കൊക്കെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കട്ടെ എന്ന് ചോദിച്ചു. അവിടെ നമുക്കുള്ളൊരു ഗുണപാഠമുണ്ട്. എന്താ ഗുണപാഠം? ഒന്നല്ല, ഒന്നിലധികം ഉണ്ട്. നന്മ അറിഞ്ഞാൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതിനേക്കാളും ശരിയാണ്, ബറക്കല്ലാഹു ഫീക്കും, സന്തോഷവാർത്തകൾ, സന്തോഷം ഉള്ള കാര്യങ്ങൾ അതിൻ്റെ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് സ്വഹാബത്തിനിടയിൽ വളരെയധികം ഉണ്ടായിരുന്നൊരു സൽസ്വഭാവമാണ്. ഒരു സന്തോഷവാർത്ത കിട്ടിയാൽ ആർക്കാണോ സന്തോഷവാർത്ത അവർ ഓടിപ്പോയി അത് അവർക്ക് എത്തിക്കാൻ വേണ്ടി ഒരു ധൃതി കാണിക്കുമായിരുന്നു സ്വഹാബത്ത്. കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹുവിൻ്റെ ചരിത്രം കേട്ടിട്ടില്ലേ? റസൂലുള്ളാഹി 40 ദിവസം മിണ്ടാതിരുന്നു. തബൂക്ക് യുദ്ധത്തിന് വരാത്തതിൻ്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ർ ചെയ്തു, അല്ലേ? എന്തായാലും മലയാളത്തിൽ പറയാ, ബഹിഷ്കരിച്ചു. അങ്ങനെ 3 സഹാബിമാരെ
അപ്പോൾ ലാസ്റ്റ് അവരെ പിന്നെ ബഹിഷ്കരണം നിർത്താൻ, അതായത് അവരോട് മിണ്ടാൻ അള്ളാഹു അനുവാദം നൽകും. വഹി ഇറങ്ങും, ആയത്തിറങ്ങും. സ്വഹാബിമാർ ഓടും. എന്തിന്? ആ സന്തോഷ വാർത്ത അറിയിച്ചു കൊടുക്കാൻ വേണ്ടി. അപ്പോൾ സന്തോഷ വാർത്ത കിട്ടിയാൽ അത് അതിൻ്റെ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതൊരു നല്ല സ്വഭാവമാണ്, സ്വഹാബത്തിനുണ്ടായിരുന്ന ഒരു സൽഗുണമായിരുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അത് നമുക്കുള്ളൊരു ഗുണപാടാണ്. മനസ്സിലായില്ലേ? നല്ല സന്തോഷ വാർത്ത കിട്ടിയാൽ അത് ഇനിയിപ്പോൾ അവനോട് പറയണ്ടെന്ന് വിചാരിച്ചിട്ടില്ല. എനിക്ക് വേറെ ആരെക്കാളും മുമ്പ് എന്ത് ചെയ്യണം? എനിക്കത് എത്തിച്ചു കൊടുക്കണം എന്നൊരു ചിന്ത ഉണ്ടാവേണ്ടത്. അത് എന്തിന് വിരുദ്ധമാണ്? അസൂയക്ക് വിരുദ്ധമാണ്. അസൂയുള്ളവർക്ക് ചെയ്യാൻ കഴിയൂല. അസൂയുള്ളവർ ഇടങ്ങാറായി ചെയ്താൽ അസൂയ പോകാൻ അത് കാരണമാണ്. മനസ്സിലായോ? അസൂയുള്ളവർക്ക് ചെയ്യാൻ സാധിക്കൂല. സലാമത്തുൽ ഖൽബ് ഉണ്ടെങ്കിൽ, മനസ്സ് നല്ലതാണെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. കുറേ കാര്യങ്ങൾ അങ്ങനെ ഉണ്ട്. അത് മനസ്സ് നല്ലതാണെന്നുള്ളതിൻ്റെ അടയാളങ്ങളാണ്. മനസ്സിലാരോടും പകയോ വിദ്വേഷമോ അസൂയയോ പൊങ്ങച്ചോ ഒന്നും ഇല്ല എന്നുള്ളതിൻ്റെ അടയാളങ്ങളാണ് അങ്ങനത്തെ കുറേ ഗുണങ്ങൾ. അപ്പം അതിൽ പെട്ടതാണിത്. സന്തോഷ വാർത്ത എന്തെങ്കിലും കിട്ടിയാൽ അത് അവർക്ക് എത്തിച്ചു കൊടുക്കാൻ മത്സരിക്കുക എന്നുള്ളത്, അതിലൊരു ധൃതി കാണിക്കുക എന്നുള്ളത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുബശ്ശിറുഹും ഫയത്തക്കിലു, അല്ലെ നീ അറിയിച്ചു കൊടുക്കണ്ട, അതും താങ്ങി പിടിച്ചവിടെ നിൽക്കും. ഫയത്തക്കിലു പറഞ്ഞതാണ് എൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആശയം എന്താണെന്ന് മനസ്സിലാക്കുക, ശരിയായ രൂപത്തിൽ മനസ്സിലാക്കാതെ എന്ത് ചെയ്യും അവർ? പിന്നെ നമുക്ക് സ്വർഗ്ഗം ഉണ്ടല്ലോ, നമ്മൾ ആരെയും പങ്കു ചേർക്കുക, ഷിർക്കൊന്നും ചെയ്യണില്ലല്ലോ എന്ന് പറഞ്ഞാണ്ട് അവിടെ ഇരിക്കും. അത് എന്ത് മനസ്സിലാക്കൂല? ഷിർക്കിൻ ഷെയ് എന്ന് പറഞ്ഞതിൽ ചെറുതും വലുതും അതിലേക്ക് എത്തിക്കുന്ന വഴികളൊക്കെ ഉൾപ്പെടും എന്നുള്ള കാര്യങ്ങൾ അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ഈ ഒറ്റ ഹദീസ് കേട്ടിട്ട് എന്ത് ചെയ്യും? പിന്നെ ബാക്കി കേൾക്കാൻ കൂടി പോലെ കിട്ടൂല. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കി. പിന്നെ മതവാദിന് കുറച്ച് കാലം കഴിഞ്ഞതിന് ശേഷം അറിയിച്ചു. അപ്പോൾ ഇനി നമ്മൾ അടുത്ത ഒരു അധ്യായമാണ് ഇനി നമുക്ക് എടുക്കാനുള്ളത്. ഫദ്ലു തൗഹീദി വമാ യുകഫിറു മിനദ്ദുനൂബ്. കിതാബു തൗഹീദിലെ ഒന്നാമത്തെ ബാബ് എന്ന് പേരുള്ള ഒന്നാമത്തെ ബാബ്. ഇപ്പോൾ ആദ്യത്തെ, അതായത് അതിൻ്റെ തുടക്കം, അതിൻ്റെ ആമുഖമാണ് ഇപ്പം നമ്മൾ പറഞ്ഞത്. ആമുഖത്തിൽ തന്നെ ഷെയ്ഖ് എന്തു പറഞ്ഞു? തൗഹീദ് എന്താന്ന് പറഞ്ഞു, അല്ലേ? അത് പഠിപ്പിക്കാൻ വേണ്ടിയുള്ള ആയത്തുകളും ഹദീസുകളൊക്കെ കൊണ്ടുവന്നു. തൗഹീദ് എന്താണെന്ന് മനസ്സിലാക്കി. തൗഹീദിൻ്റെ ഹഖീഖത്ത് എന്താണ് യഥാർത്ഥത്തിൽ തൗഹീദ്? അതിൽ 2 ഭാഗമുണ്ട്, നഫിയുണ്ട്, ഇസ്ബാത്ത് ഉണ്ട്. അത് സ്ഥാപിക്കാൻ വേണ്ടി നിരവധി ആയത്തുകൾ ഷെയ്ഖ് കൊണ്ടുവന്നു, അല്ലേ? അതാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും അടിസ്ഥാനമെന്നും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നും അതാണ് ശരീഅത്തിൻ്റെ തുടക്കവും അവസാനമെന്നും അതിനേക്കാളും വേറൊന്നും ഇല്ലയെന്നും അതൊക്കെ പറഞ്ഞു. ഇനി അപ്പോൾ തൗഹീദ് എന്താണെന്നും പറഞ്ഞു, അതിൻ്റെ ദീനിൽ എത്രത്തോളം അതിന് സ്ഥാനമുണ്ടെന്നും പറഞ്ഞു. ഇനി അടുത്ത അധ്യായം എന്താണ്? ഫദ്ലു തൗഹീദ്. വേറെ ചില റിപ്പോർട്ട്, ചില കിതാബ് തൗഹീദിൻ്റെ ചില നുസ്ഖകളിൽ, ചില കോപ്പികളിൽ ബയാനു ഫദ്ലി തൗഹീദ്, തൗഹീദിൻ്റെ ശ്രേഷ്ഠത വ്യക്തമാക്കുന്ന, വിശദീകരിക്കുന്ന അധ്യായം. തൗഹീദിൻ്റെ ശ്രേഷ്ഠത എന്താണ്? വമാ യുകഫിറു മിനദ്ദുനൂബ്. വമാ യുകഫിറു മിനദ്ദുനൂബ് എന്ന് പറഞ്ഞാൽ അത് പാപങ്ങളെ മായ്ച്ചു കളയുന്നതും പറയുന്ന അധ്യായം. അത് പാപങ്ങളെ മായ്ച്ചു കളയും, പാപങ്ങൾക്കുള്ള പരിഹാരമാണ്, പാപങ്ങളെ മായ്ച്ചു കളയുന്നതാണെന്ത്? തൗഹീദ്. തൗഹീദിൻ്റെ ശ്രേഷ്ഠതയും അത് പാപങ്ങളെ മായ്ച്ചു കളയും എന്നും പറയുന്ന അധ്യായം. അപ്പോൾ എന്താണ് ഈ അധ്യായം പിന്നെ കൊടുക്കാൻ കാരണം? ആ ഒന്നാമത്തെ കിതാബ് തൗഹീദിൻ്റെ ആമുഖ അധ്യായത്തിൽ എന്തു പറഞ്ഞു? തൗഹീദ് എന്താന്ന് പറഞ്ഞു, ദീനിൽ വലിയ സ്ഥാനതുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ സ്വാഭാവികമായും മനസ്സുകൾ എന്തൊക്കെ ശ്രേഷ്ഠതകളാണ് അതിനുള്ളത് എന്നറിയാനൊരാഗ്രഹം ഉണ്ടാകും. അത് പഠിച്ചാലും അറിഞ്ഞാലും ജീവിതത്തിൽ പാലിച്ചാലും എന്തൊക്കെ ഫضലുകൾ നമുക്ക് കിട്ടും, എന്തൊക്കെ ശ്രേഷ്ഠതകൾ അതുകൊണ്ട് കിട്ടും എന്നറിയാൻ മനുഷ്യൻ്റെ മനസ്സെന്ത് ചെയ്യും? ആഗ്രഹിക്കും, പഠിതാവ് ആഗ്രഹിക്കും. അപ്പോൾ അതാണ് തൊട്ടടുത്ത അധ്യായം. അപ്പോൾ ആ ഫضലുകൾ അറിഞ്ഞ് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്താൽ പിന്നെ അതിൻ്റെ വിശദാംശങ്ങൾ പഠിക്കണമല്ലോ എന്ന് പിന്നീടുള്ള അതിൻ്റെ വിശദാംശങ്ങൾ പഠിക്കാനുള്ള നമ്മുടെ എന്തൊരു ലക്ഷ്യബോധം ഉയരാൻ, അല്ലേ? ആ ഒരു ചിന്ത കൂടുതൽ ഉണ്ടാകാൻ, അതിലേക്ക് മനസ്സ് കൂടുതൽ താല്പര്യപ്പെടാൻ, അതിനൊക്കെ വേണ്ടിയിട്ടാണ് രണ്ടാമത് ഈ അധ്യായം കൊടുത്തത്. കാരണം മൂന്നാമത്തെ അധ്യായം മുതൽ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് അടക്കുകയാണ്. അതിൻ്റെ വ്യത്യസ്ത ഇനങ്ങളും തരങ്ങളും പിന്നെ തലങ്ങളും വിഭാഗങ്ങളും ഒക്കെ 56 അധ്യായം കിതാബ് തൗഹീദിന് മൊത്തം. അത് രണ്ടാമത്തിലാണ് ഇപ്പോൾ നമ്മൾ തുടങ്ങണത്.
അപ്പോൾ നമ്മൾ പറഞ്ഞു തൗഹീദ് എന്താണെന്ന് മനസ്സിലാക്കിയ സ്വാഭാവികമായിട്ട് മനസ്സെന്താ ആഗ്രഹിക്കും, അതിൻ്റെ ഫضل അറിയാൻ ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ ഫضل മനസ്സിലാക്കും. ഫضل മനസ്സിലാക്കിയാൽ പിന്നെ അതിൻ്റെ വിശദാംശങ്ങൾ പഠിക്കാൻ ഒരു എന്തുണ്ടാകും, ആ ഒരു ത്വര ഉണ്ടാകും. അതിനു വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ അധ്യായം കൊടുത്തത്. അപ്പോൾ ബാബ് എന്ന് പറഞ്ഞാൽ എന്താ, കവാടം അല്ലേ, മാ യൂസിലുൽ മഖ്സൂദ്, ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നത്, അതാണ് ബാബ് പറഞ്ഞാൽ, ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നത്. സാധാരണ കിതാബുകളിൽ ബാബ് എന്ന് പറയുമ്പോൾ എന്താണ്, കിതാബുകളിലുള്ള ബാബ് എന്ന് പറയുമ്പോൾ ജുംലത്തും മിനൽ ഇൽമി തഷ്തമിലു അലാ ഫുസൂലിൻ വ മസായില ഗാലിബ, കുറച്ച് അറിവിൻ്റെ കുറച്ച് അറിവുകൾ, ആ ഒരു ബാബിൻ്റെ ഉള്ളിൽ കുറച്ച് ഫസ്ലുകൾ ഉണ്ടാവും, കുറച്ച് ഉപാധ്യായങ്ങൾ ഉണ്ടാവും, കുറച്ച് മസ്അലകൾ ഉണ്ടാവും. ഇതൊക്കെയാണ് എന്ത്, ഒരു ബാബ്. എന്തിനാണ് ഇങ്ങനെ ബാബും ഫസ്ലൊക്കെ ആക്കി തിരിക്കണത്? ഗ്രന്ഥങ്ങൾ എന്തിനങ്ങനെ വ്യത്യസ്ത അധ്യായങ്ങളും ഉപാധ്യായങ്ങളൊക്കെ ആക്കി മാറ്റണം? എന്തിനാ? അതാണ്. അതായത് ഒരു മസ്അല, ഒരു വിഷയം നമുക്ക് ഈ കിതാബിൽ എവിടെ നോക്കിയാലാണ് കിട്ടുക എന്ന് മനസ്സിലാവണമെങ്കിൽ എന്ത് വേണം? അധ്യായങ്ങൾ വേണം. അധ്യായം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് മസ്അല അറിയേണ്ടത്, അപ്പോൾ അത് ഈ അധ്യായത്തിൽ ഉണ്ടാവും. അതിനു വേണ്ടിയിട്ടാണ് ഒരു കാരണം. വേറൊരു കാരണം കൂടി ഉണ്ട്. എന്താണ്, നമ്മൾ വലിയ തുടക്കം മുതൽ അവസാനം വരെ ഒറ്റ എഴുത്താണ്, ഉള്ളിൽ അധ്യായം ഉപാധ്യായം ഒന്നും ഇല്ലെങ്കിൽ എപ്പോഴാ അത് തീരുന്നില്ലല്ലോ, ഇത് എന്താ ഇത് ഒരു വാത്തെത്തൂലല്ലോ എന്നുള്ള ചിന്തയാണ് മനുഷ്യന്മാർക്ക് ഉണ്ടാവുക. പക്ഷേ ഇതിങ്ങനെ അധ്യായങ്ങളാക്കി തിരിക്കുമ്പോൾ മാഷാ അല്ലാഹ് ഒരു ബാബ് കഴിഞ്ഞു, അൽഹംദുലില്ലാഹ്. അപ്പോൾ ഒരു മനസ്സിനെന്തുണ്ടാവും, ഒരു ആശ്വാസം ഉണ്ടാവും, ഒരു സമാധാനം ഉണ്ടാവും. നമ്മൾ അടുത്ത അധ്യായത്തിലേക്ക് കടക്കുകയാണ്. കൂടുതലൊരു ഷഹ്ദുൽ ഹിമ്മ ഉണ്ടാവും, കൂടുതൽ ആഗ്രഹവും ഒരു ത്വര ഉണ്ടാവില്ല. അടുത്ത് പഠിക്കാൻ അടുത്ത അധ്യായം, പുതിയ അധ്യായങ്ങളിലേക്ക് കടക്കുമ്പോൾ എപ്പോഴും ഒരു മനുഷ്യന് പഠിതാവിനൊരു ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് ഗ്രന്ഥങ്ങൾ എന്താക്കി തിരിക്കുന്നത്, അധ്യായങ്ങളാക്കി തിരിക്കണം. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ചില അധ്യായങ്ങളിൽ എത്തുമ്പോൾ മുമ്പത്തെ അധ്യായം തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ചിലപ്പോൾ എന്തിനുണ്ടാവില്ല, അതിലെ കണ്ടന്റിൽ ഉണ്ടാവില്ല. എന്നാലും ചിലപ്പോൾ ഇതെടുത്ത് 2 അധ്യായവും. അതെന്തിനു വേണ്ടിയിട്ടാണ്, അധ്യായം കുറേ നീണ്ടാൽ പിന്നെ മടുപ്പ് വരും. അപ്പോൾ അടുത്തൊരു അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ സംഭവം വിഷയം തന്നെ ഈ കാരണം, പക്ഷെ വേറെ ഒരു അധ്യായം ആകുമ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെതായ ഒരു താല്പര്യം കൂടുതൽ വരും. നമ്മൾ അടുത്തൊരു അധ്യായത്തിലെത്തി ഇല്ലേ, 1ാം ക്ലാസ് കഴിഞ്ഞാൽ 2ാം ക്ലാസ്സിലെത്തുമ്പോൾ ഒരു താല്പര്യം ഉണ്ടാവും. 1ാമത്തെ പാഠം കഴിഞ്ഞ് 2ാമത്തെ പാഠത്തിന് 1ാമത്തെ പാഠം കഴിഞ്ഞു, അപ്പോൾ ഞാൻ പുതിയ പാഠമാണ് എന്നൊരു താല്പര്യം ഉണ്ടാവും. അതിനും കൂടി വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യണത്, ഇങ്ങനെ അധ്യായങ്ങളാക്കി തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. പിന്നെ തൗഹീദിൻ്റെ ഫضل പറയുന്ന അധ്യായമാണ് അല്ലെ. തൗഹീദിനേക്കാളും ഫضل എന്തെങ്കിലും ദീനിലുണ്ടോ? ഇല്ല. അപ്പോൾ ആ ഒരു വാചകത്തിൽ തൗഹീദിൻ്റെ ഫضل അങ്ങനെ മനസ്സിലാക്കിയാൽ മതിയോ? അങ്ങനെ മനസ്സിലാക്കിയാൽ മതിയെങ്കിൽ ഖുർആനിൽ പഠിച്ചവൻ അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു. തൗഹീദിന് ഏറ്റവും ഫضل എന്ന് പറഞ്ഞ് നിർത്തിയോ? ഇല്ല. ഫضലുകൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഫضل എന്ത് ചെയ്യണം, ആവർത്തിക്കപ്പെടണം. വ്യത്യസ്ത തരത്തിൽ വ്യത്യസ്ത രൂപത്തിൽ എന്ത് ചെയ്യും, ഫضലുകൾ പ്രമാണങ്ങൾ നമ്മളോട് പറയും. എന്തിനാണ്? കൂടുതൽ നമ്മളത് ഓർക്കാനും അതിനെക്കുറിച്ചുള്ള ചിന്തയും പിന്നെ വിചാരവും കൂടുതൽ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ കിതാബുൽ തൗഹീദിൽ അധ്യായത്തിൽ വളരെ കുറച്ച് പിന്നെ ഹദീസുകൾ ആയത്തൊക്കെ ഷെയ്ഖ് കൊണ്ടുവന്നിട്ടുള്ളൂ. തൗഹീദിൻ്റെ ഫضل പറയുകയാണെങ്കിൽ മണിക്കൂറുകൾ പറഞ്ഞാലും എന്ത് ചെയ്യൂല, തൗഹീദിൻ്റെ ഫضലുമായി ബന്ധപ്പെട്ട ആയത്തും ഹദീസും തീരൂല. ഫضൽ മാത്രം പഠിപ്പിക്കാനുള്ള കിതാബല്ല കിതാബു തൗഹീദ്. തൗഹീദ് എന്താണെന്ന് പഠിപ്പിക്കാനുള്ള, അതുകൊണ്ട് കുറച്ച് ഫضൽ മാത്രം എന്ത് ചെയ്തു അദ്ദേഹം ഈ ഒരു അധ്യായത്തിൽ പറഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒന്നാമതായി അദ്ദേഹം കൊടുക്കുന്നത്, ഒന്നാമതായി ഷെയ്ഖ് കൊടുക്കുന്ന ആയത്തേതാണ്, കിതാബു തൗഹീദിൽ എല്ലാവരുടെ കയ്യിലും കിതാബു തൗഹീദിൻ്റെ കോപ്പി ഉണ്ടാവും, നന്നാവും തോന്നുന്നുണ്ട്. എന്തെങ്കിലും വകുപ്പുണ്ടെങ്കിൽ സോഫ്റ്റ് കോപ്പി കിതാബു തൗഹീദിൻ്റെ ഉണ്ട്, അതുകൊണ്ട് കാര്യമില്ല. അത് പിന്നെ മൊബൈൽ നോക്കും, മെസ്സേജ് വരും, വാട്സപ്പ് മെസ്സേജ് വരും. കയ്യിൽ പ്രിൻ്റായിട്ട് തന്നെ എല്ലാവരുടെ കയ്യിലുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. നമ്മൾ ഞാൻ അങ്ങനെ ആയത്തും ഹദീസൊക്കെ വായിക്കുമ്പോൾ കിതാബിൽ നിങ്ങൾക്ക് അത് കാണാമല്ലോ, എടുത്താൽ മതി. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് എന്താ വെച്ചാൽ, ഒന്നാമത് അദ്ദേഹം കൊടുത്തത് എന്താ, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ എന്ന് പറഞ്ഞ സൂറത്തുൽ അൻആമിൻ്റെ 82ാമത്തെ ആയത്താണ് തൗഹീദിൻ്റെ ഫضل പറയാൻ വേണ്ടി ഒന്നാമതായി ഷെയ്ഖ് കൊണ്ടുവന്നത്. നമ്മളൊക്കെ പലപ്പോഴും കേൾക്കാറുള്ളതും കേട്ടതുമായ ആയത്താണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിലേക്ക് നിങ്ങൾക്കുള്ള പണി എന്താ വെച്ചാൽ, ആ ആയത്ത് തൗഹീദിൻ്റെ ഫضل എങ്ങനെയൊക്കെയാണ് കിട്ടുക എന്ന് പറയാം. മനസ്സിലായില്ലേ? തൗഹീദിൻ്റെ ഫضل എങ്ങനെയൊക്കെയാണ് ലഭിക്കുക, എങ്ങനെയൊക്കെയാണ് അതിൽ ഫضل എന്ന് മനസ്സിലായി. ഇപ്പം തന്നെ കുറേ ആൾക്കാർക്കൊക്കെ പറയാൻ മുട്ടുണ്ടാവും. അടുത്ത ക്ലാസ്സിൽ കുറച്ചും കൂടി അന്വേഷിച്ചിട്ടോ വായിച്ചിട്ടോ കുറച്ച് ക്ലാസ്സുകൾ കേട്ടിട്ടോ എങ്ങനെയാ വെച്ചെങ്കിൽ അടുത്ത ക്ലാസ്സിൽ സൂറത്തുൽ അൻആമിൻ്റെ 82ാമത്തെ ആയത്ത്
الذين آمنوا ولم يلبسوا إيمانهم بظلم أولئك لهم الأمن وهم مهتدون. اللهم اجعلنا آمنين ومهتدين يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمسلمين والمسلمات الأحياء منهم والأموات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. وصلى الله وسلم على نبينا محمد والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.